ಸಹೃದಯರೇ, ಅನುಗ್ರಹೀತರಾದ 3 ಪ್ರಭಾಷಕರು ನಮ್ಮ ಮುಂದಿದ್ದಾರೆ. ಅಬ್ದುಲ್ ಸತ್ತಾರ್ ಪಂದಲೂರು, ಡಾಕ್ಟರ್ ಸಲೀಂ ನದ್ವಿ, ಮೊಹಮ್ಮದ್ ರಾಮಂದಳಿ ಮುಂತಾದ ಅನುಗ್ರಹೀತರಾದ ಪ್ರಭಾಷಕರು. ಸತ್ಯ ಸಮಸ್ತದೆಡೆಗೆ ಧಾವಿಸಿ ಬಂದ ಇಬ್ಬರು SKSSFನ ಕೇಂದ್ರೀಯ ಸಮಿತಿಯ ಸಂಘಟನಾ ಕಾರ್ಯದರ್ಶಿಯಾದ ಪಂದಲೂರವರನ್ನೊಳಗೊಂಡಂತಹ 3 ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅದಕ್ಕಿಂತಲೂ ಮುಂಚಿತವಾಗಿ ಮಾಲಿಕುದ್ದೀನಾರ್ ಜುಮಾ ಮಸೀದಿಯ ಖತೀಬರಾದ ಮೀರಾನ್ ಹೈತಮಿಯವರು ಚುಟುಕಾದ ಭಾಷಣ ಮಾಡಲಿದ್ದಾರೆ. ಪ್ರಿಯರೇ, മുഅ്മിനെ ചിന്തിക്കൂ എന്നുള്ള DVD കാസറ്റ് ബഹുമാനപ്പെട്ട മീറാൻ ഹൈതമി ഉസ്താദ് അവറുകൾ പൊന്നാനിയിൽ പ്രസംഗിച്ച മുഅ്മിനെ ചിന്തിക്കൂ എന്നുള്ള പ്രഭാഷണത്തിന്റെ DVD വിൽപ്പനയിലാണ്. എല്ലാവരും കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മീറാൻ അൽ ഹൈതമി ഉസ്താദ് അവറുകൾ സമയത്തിന്റെ അഭാവമുള്ളതുകൊണ്ടും 2-3 അനുഗ്രഹീത പ്രഭാഷകർ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സഹകരിച്ചുകൊണ്ട് നമ്മോട് ചുരുങ്ങിയ നിലയിൽ സംസാരിക്കുന്നു. ഉസ്താദ് അവറുകളെ ಆದರವೋടെ ಕ್ಷಣಿക്കുന്നു. ಬಹುಮಾನ್ಯರಾದ ತೋಕ ಉಸ್ತಾದ್ ರವರು ಬರೆದಂತಹ ಮಾಲಿಕ್ ದೀನಾರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಕಾಸರಗೋಡಿನಲ್ಲಿ ಅಂತ್ಯವಿಶ್ರಮ ಹೊಂದುತ್ತಿರುವ ಸ್ವಹಾಬಿ ಎಂಬ ಪುಸ್ತಕವು ಮಾರಾಟದಲ್ಲಿದೆ. ಎಲ್ಲರೂ ಪಡ್ಕೊಳ್ಬೇಕಾಗಿ ವಿನಂತಿಸುತ್ತಿದ್ದೇವೆ. ಮೀರಾನ್ ಹೈತಮಿ ಉಸ್ತಾದ್ ಅವರುಗಳೇ ಒಳ್ಳೆ ಆದರವೋಡೆ ಕ್ಷಣಿക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من أرسله رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുവന്യരായ താഴ്മയുടെ നിറകുടമായ വന്യരായ താക്ക ഉസ്താദ് അവറുകളെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരങ്ങളായ സയ്യിദന്മാരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഉപ്പിനങ്ങാടിയിലേക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എത്തിപ്പെട്ട കേരളത്തിലെ സംസ്ഥാന SKSSFന്റെയും SYSന്റെയും ഭാരവാഹികളെ, ഈ ഉപ്പിനങ്ങാടിയിലെ വിളിയാളം കേട്ടുകൊണ്ട് തടിച്ചുകൂടിയ ജനസാഗരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടലിനെ അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. വളരെ സുദീർഘമായി പ്രസംഗിക്കാനുള്ള ഒരു സമയം ഇവിടെയില്ല. സാധാരണ ഈ പ്രവർത്തകന്മാരായ നമ്മുടെ ക്ഷണയിതാക്കളൊക്കെ അല്പം സമയം ലേറ്റായാൽ ഒന്ന് ഗ്യാപ്പടക്കുന്ന രീതിയിൽ ഒന്ന് കത്തിക്കേറാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കത്തിക്കാനുള്ള തീപ്പെട്ടിക്കൊള്ളി എന്റെ കയ്യിലുണ്ട്, പക്ഷേ കത്താനുള്ള മരുന്നില്ല. കാരണം തീപ്പെട്ടി നനഞ്ഞ സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായില്ല? കത്തിക്കാനുള്ള കൊള്ളിയുണ്ട്, പക്ഷേ ഉരക്കാൻ നോക്കുമ്പോൾ നനഞ്ഞിരിക്കുന്നു. കാരണം സമയം പരിമിതമാണ്. എന്റെ പ്രിയരെ, എന്റെ ഒരു മുത്തഅല്ലിം ഇവിടെ ഇങ്ങനെ ആ കാസറ്റുമായി ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിലും വന്നു. DVD കാസറ്റാണ്, 80 രൂപ വിലയാണ്. ഞാൻ വിറ്റ് കാശ് കീശയിലാക്കുന്ന പണിയല്ല. പൊന്നാനി പുതുപ്പൊന്നാനിയിൽ വാള് പറഞ്ഞ മുഅ്മിനെ ചിന്തിക്കൂ നമുക്കുണ്ടോ ഈ ഗുണങ്ങളെന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ പഠനാർഹമായ, നമ്മളൊക്കെ കല്ല് വലിച്ചെറിയുന്ന നായ്ക്കൾക്ക് 10 ഗുണമുണ്ട്. ആ ഗുണം മുഴുവനും മുസ്ലിമേ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകൽ നിർബന്ധമാണെന്ന് ലോകപ്രശസ്ത പണ്ഡിതനായ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഒരു പ്രൗഢോജ്വലമായ പ്രഭാഷണ CD-യാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അത് വാങ്ങണം. വാങ്ങി ഒന്ന് കേട്ടാൽ നിങ്ങൾ അപ്പം മനസ്സിലായി 80 അല്ല 800 രൂപ കൊടുത്താലും നഷ്ടപ്പെട്ടില്ല എന്ന് ചിന്തിക്കും. കാരണം അവരൊരുപാട് കാശ് മുടക്കി ഇറക്കിയ CD-യാണ്. ഇതിന്റെ കാശൊക്കെ പൊന്നാനിക്കാരെ ഏൽപ്പിക്കണം. മീത്തവേല് വന്ന് 100 CD വിറ്റു, ബാക്കി 150 എന്നെ ഏൽപ്പിച്ചു. ഉസ്താദെ ഒന്ന് വിറ്റേക്കണേ, ശരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞ അവനെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് പൊന്നാനിക്കാർക്ക് ഇങ്ങോട്ട് വന്നാൽ അവർക്ക് തിരിച്ചുള്ള വണ്ടിക്കൂലിയും കിട്ടൂല, വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഖത്തീബിന്റെ ഒരു CD-യാണ്, എല്ലാവരും വാങ്ങുക, നിങ്ങൾക്കത് ഉപകരിക്കും. അൽഹംദുലില്ലാ, ഇവിടെ സത്താർ പന്തല്ലൂരി അതുപോലെ തന്നെ പ്രമുഖന്മാരായ നേതാക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. ബഹുമാനരായ നാസർ ഫൈസി കൂടത്തായി, മഹാനായ ശംസുലുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില വെളിപ്പെടുത്തലുകൾ പറഞ്ഞപ്പോൾ
കഴിഞ്ഞ എന്റെ അങ്ങേ ജുമായ്ക്ക് ഞാൻ ഈ പള്ളിയിൽ അവിടെ ചില പരിപാടികൾ നടന്നപ്പോൾ യഥാർത്ഥ സമസ്ത അവർ ആണെന്ന് അവിടെ സ്ഥിരീകരിച്ചപ്പോൾ ഒരു ഖത്തീബ് എന്ന നിലക്ക് നിങ്ങളുടെ നേതൃത്വം നൽകുന്ന ഈ 35 മഹല്ലത്തിന്റെ കേന്ദ്രപള്ളിയായ ഈ ഉപ്പനങ്ങാടിലെ ഖത്തീബായ ഞാൻ ഒരു ഞാഞ്ഞൂല് പോലെ മിണ്ടാതിരുന്നാൽ അത് നമ്മുടെ സമസ്തയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഞാൻ ആ ചില വെളിപ്പെടുത്തലുകൾ ഇവിടെ ജുമാക്കേശ് നടത്തുകയുണ്ടായി. നിങ്ങൾ എല്ലാവരും അത് മൊബൈലിൽ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആരെയും തേജോവധം ചെയ്തിട്ടില്ല. എതിർ വിഭാഗത്തിലെ ഒരു പണ്ഡിതനെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. യഥാർത്ഥമായ സമസ്ത ഏതാണ്? 40 പേരിൽ നിന്നും 6 പേർ ഇറങ്ങിപ്പോയ സമസ്തയാണോ യഥാർത്ഥ സമസ്ത? അതല്ല, 40 പേരിൽ നിന്നും 34 പേര് അടിയുറച്ചു നിന്ന മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സംബന്ധിച്ച് സ്വഹീഹുൽ ബുഖാരിയുടെ പ്രൗഢോജ്വലമായ കറാമത്ത് ഇവിടെ ആര് വിശദീകരിച്ചു? ബഹുമാനരായ നാസർ ഫൈസി വിശദീകരിച്ചു. അങ്ങനെയുള്ള ശംസുൽ ഉലമാന്റെ കീഴിൽ അണിനിരന്നവരാണോ യഥാർത്ഥവർ? അതല്ല, പുറത്തുപോയ 6 പേരുടെ കൂടെ അണിനിരന്നവരാണോ യഥാർത്ഥവരെന്ന് ഞാനിവിടെ സ്ഥിരീകരിച്ചപ്പോൾ എന്റെ പ്രിയരെ, പുറത്തെനിക്കെതിരെ പ്രചരണമുണ്ടായി. മീരാൻ ഹൈതമി പറഞ്ഞത് കളവാണെന്ന്. ഇത് ആരുടെ സ്വഭാവമാണ്? ഇവിടെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെയുള്ള സലഫികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി പ്രാർത്ഥിക്കൽ ശരിയല്ല. അതുപോലെ അമ്പിയാക്കന്മാരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ പാടില്ല, ഔലിയാക്കന്മാരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വാദിച്ച ആ വാദത്തെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹു ജഗന്നിയന്താവിനോട് 300 വർഷക്കാലം കരഞ്ഞ് നടന്നു. അവസാനം ഒരു ഗത്യന്തരവുമില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തി, അള്ളാഹുവേ, മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് ബറക്കത്തുകൊണ്ട് ഞാൻ ചെയ്തു പോയ അപരാധം എനിക്ക് നീ പൊറുക്കണേ അല്ലാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിച്ചു, അല്ലയോ ആദമേ, നിനക്കെങ്ങനെയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയത്? തീർച്ചയായും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, നിനക്കെങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് അല്ലാഹു തആല ചോദിച്ചപ്പോൾ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അല്ലാഹ്, എനിക്ക് മനസ്സിലായത് നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ നിന്റെ അർശിന്റെ തൂണിലേക്ക് നോക്കിയല്ല. അതിലേക്ക് നോക്കുമ്പോൾ നിന്റെ പേരിനൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പേരിനൊപ്പം ഞാൻ കണ്ടു അല്ലാഹ്. എന്താണ് ഞാൻ കണ്ടത്? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള പരിശുദ്ധമായൊരു നാമം ഞാൻ കണ്ടു അല്ലാഹ്. എനിക്ക് മനസ്സിലായി എന്റെ പേര് നിന്നോട് ചേർത്തില്ല. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നിന്നോട് ചേർത്ത ആ രംഗം കാണുമ്പോൾ നിനക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയല്ലാതെ നിന്റെ കൂടെ ചേർക്കത്തില്ല അല്ലാഹ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ആ മനുഷ്യന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് എന്റെ പാപം പൊറുക്കണേ അല്ലാഹ് എന്ന് ഞാൻ നിന്നോട് പശ്ചാത്തപിച്ചതാണെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സദ്ദഖ്ത യാ ആദം, താങ്കൾ പറഞ്ഞ സത്യമാണ്. ഇന്നഹു അഹബ്ബൽ ഖൽഖി ഇലയ്യ, സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് സഅൽതനി ബിഹഖിഹി ഫഖദ് ഗഫർതു ലക, നീ ആ മുഹമ്മദിന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നിന്റെ പാപം പൊറുക്കാൻ വേണ്ടി എന്നോട് ചോദിച്ചില്ലേ, ഞാൻ നിനക്ക് പുറത്തു തരുന്നു. വലൗലാ മുഹമ്മദ് മാ ഖലഖതുക, മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെപ്പോലെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞ ഇമാം ഹാക്കിം, ഇമാം തബറാനി, ഇമാം ബൈഹഖി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ഉപ്പനങ്ങാടി പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പുറത്തു പുലമ്പി ഇവിടത്തെ മുജാഹിദുകൾ ഉസ്താദ് കള്ളം പറഞ്ഞതാണെന്ന്. ഞാൻ വെറുതെയില്ല, മുജാഹിദിന്റെ കൊത്ത കുളങ്ങളുള്ള പള്ളിയിൽ ഞാൻ ഖത്തീബാജോട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 5 എണ്ണത്തിനെ കൊണ്ടുള്ള ബേജാറ് പോലെ വേറെ എവിടെ എനിക്കുണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇവിടെ 5ഓ 6ഓ ഉള്ളു, പക്ഷേ 100 എണ്ണത്തിന്റെ പവറാ. ഉസ്താദ് വെറുതെ എഴുതി ഉണ്ടാക്കിയ ഹദീസാണ് ഇവിടെ വായിച്ചതെന്ന്. റസൂലുള്ളാഹിന്റെ മേലൊരു ഹദീസ് ഞാൻ കള്ളമാക്കിയാൽ മഖഅദഹു അലന്നാർ, ഞാൻ പിന്നെ നരകത്തിന്റെ അവകാശിയാണ്. ഞാൻ എങ്ങനെ ഒരു ഹദീസ് എഴുതി ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും? ഈ ഹദീസ് വായിച്ച് ഇവിടെയുള്ള ആടിക്കിടന്ന ആട്ടം പിടിച്ച യുവാക്കൾ അതിലേക്ക് പോണ ഇതിലേക്ക് പോകണ, അങ്ങനെ തുലാസിൽ നിന്ന യുവാക്കളെ അഖില സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിക്കാൻ സാധിച്ചതിൽ അവർക്ക് പ്രയാസമുണ്ടായി. അവർ പറഞ്ഞു ഉസ്താദ് വെറുതെ പറഞ്ഞ ഹദീസാണെന്ന്. ഇതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ ഹക്കായ പാർട്ടിയെ ഞാനിവിടെ വിശദീകരിച്ചു. അവിടെ അവർ വിശദീകരിച്ചപ്പോൾ ഒന്ന് വെളിപ്പെടുത്തണ്ടേ? അത് മാത്രം ഞാൻ ചെയ്തപ്പോൾ ഇവർ പുറത്തു പുലമ്പി. ആര്? അവിടെ പ്രസംഗിച്ച് അവർ ഹക്കാണെന്ന് പറഞ്ഞ വിഭാഗം
പുറത്തു പറഞ്ഞു, മീരാൻ മുസ്ലിയാർ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന്. ഏത് കള്ളം? 89 പിരിഞ്ഞു പോകുമ്പോൾ ഈ 6 പേര് പോയിട്ട് മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് മഹാനവറുകളുടെ മേൽ ആ സത്യത്തിന്റെ അടിയുറച്ചു നിന്ന് സമസ്തക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? കേസ് കൊടുത്തിട്ടില്ലേ? ആരാണ് കേസ് കൊടുക്കാൻ പ്രചോദിപ്പിച്ചത്? അവര് കേസ് കൊടുത്തപ്പോൾ അവരുടെ വക്കീലായ അരവിന്ദാക്ഷ മേനോൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ സമസ്ത എന്ന പേര് സ്വീകരിക്കണം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് സമസ്ത എന്ന പേര് വെച്ചത്. അതിനുശേഷം പിരിഞ്ഞു മാറിയപ്പോൾ അരവിന്ദാക്ഷ മേനോൻ എന്ന ഹൈന്ദവ വക്കീലിന്റെ ഉപദേശപ്രകാരം നിങ്ങളും സമസ്ത എന്ന പേര് വെച്ചെങ്കിലേ നിങ്ങൾക്ക് ഒറിജിനലായി വാദിക്കാൻ പറ്റൂ എന്ന് ഒരു ഹൈന്ദവന്റെ വാക്ക് കേട്ട് പേര് വെച്ചിട്ടില്ല എന്ന് ആര് പറയുന്നു? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? കളവാണോ? നാസർ ഉസ്താദ് ഇവിടെ ഇരിപ്പുണ്ട്, പറയട്ടെ, അത് ഞാൻ കള്ളമാണ് പറഞ്ഞതെന്ന്. സമസ്തക്കെതിരെ കേസ് കൊടുത്തിട്ടില്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അത് കളവാണെന്ന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? അതുകൊണ്ട് ചില സത്യങ്ങൾ പറയുമ്പോൾ മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലെ, യാ റസൂലല്ലാഹ്, ഞാനിതാ അള്ളാന്റെ പ്രവാചകനാണെന്ന് മക്കാ മുശ്രിക്കീകളോട് വിരലുയർത്തിക്കൊണ്ട് മഹാനായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അവിടെയുള്ള മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, അല്ലയോ മുഹമ്മദേ, ആ കാണുന്ന ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചാൽ ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കാം. നീ പ്രവാചകനാണെന്നും അവസാന പ്രവാചകനാണെന്നും ഞങ്ങൾ വിശ്വസിക്കാം. മുഹമ്മദേ, ആ കാണുന്ന ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു തരിക. ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആവേശമായിരുന്നു. അല്ലാഹ് ഇപ്പൊ സ്വീകരിക്കുമല്ലോ. അങ്ങനെ മഹാനായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒന്ന് ആംഗ്യം കാണിക്കുമ്പോൾ ആ ചന്ദ്രനത 2 പിളർപ്പാവുകയാണ്. അതിൽ ഒരു പിളർപ്പ് ഇവിടെയുള്ള ചേരമാൻ പെരുമാൾ എന്ന രാജാവ് കണ്ടപ്പോൾ അതിന്റെ അത്ഭുതം, അതിന്റെ രഹസ്യം അറിയാൻ വേണ്ടി മക്കയിലേക്ക് പോയി ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വരുമ്പോൾ എവിടെ സലാലയിൽ വെച്ച് വഫാത്തായി പോയ ആ മഹാനുഭാവൻ, നിങ്ങൾ മനസ്സിലാക്കണം, ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇത് മുഹമ്മദിന്റെ മായാജാലമാണ്. കണ്ട, ഇതേ സ്വഭാവത്തിൽ മാറാൻ പാടില്ല. ഒരു സത്യം സത്യമായി പറയുമ്പോൾ അത് കളവാണെന്ന് പറയാൻ എത്രയോ ഇവിടെ രാമന്തളി അതുപോലെ അതിൽ പ്രവർത്തിച്ച പല ആളുകളും സത്യം മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോൾ അവർ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതെല്ലാം കള്ളമാണ്. അപ്പോൾ സത്യം പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുകയില്ല. എനിക്ക് പറയാനുള്ളത്, ചില സത്യങ്ങൾ പറയുമ്പോൾ രാത്രി കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുക, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും പൊരുളുണ്ടോ എന്നൊന്ന് ഗവേഷണം ചെയ്തിട്ട് ഒന്ന് മാറാനെങ്കിലും ചിന്തിക്കുക. പറയുന്നതിന് മുമ്പ് തന്നെ ഇയാൾ പറയുന്നതെല്ലാം കളവാണെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, മക്കാ മുശ്രിക്കീങ്ങളുടെ സ്വഭാവത്തിലേക്ക് മാറാൻ പാടില്ല. ചില സത്യങ്ങൾ റസൂലുള്ളാഹി കാണിച്ചപ്പോൾ ഇത് കളവാണെന്ന് അവർ പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ വിഷമിച്ചു പോയതുപോലെ ഹക്കിന്റെ ആളുകൾ വിഷമിച്ചു പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുറച്ചുപേരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി മുജാഹിദുകൾ വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞിപ്പോ അവരാരും ജുമാക്കില്ല. സുബഹിക്കുണ്ട്, അതേ സുബൻ ജുമാ ദിവസം അസറിനുണ്ട്, പക്ഷെ ജുമാക്കില്ല. പക്ഷെ എവിടെ പോണ്? അത് മംഗലാപുരത്ത് ബാംഗ്ലൂർ ഇങ്ങനെ പറഞ്ഞു. ഒരു 4-5 ജുമാ കഴിയുമ്പം എനിക്ക് മനസ്സിലായി ഇത് മംഗലാപുരവും ബാംഗ്ലൂരും ഒന്നുമല്ല, പുത്തൂര് പോവുകയാണെന്ന് മനസ്സിലായി. എന്താ എനിക്ക് അവരോട് പറയാനുള്ളത്? നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, നിങ്ങളൊക്കെ പങ്കെടുക്കണം, ജുമാക്ക് വരണം. യഥാർത്ഥ കാര്യം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഒന്ന് മാറാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. മഹാന്മാരെല്ലാം നിലകൊണ്ട പ്രസ്ഥാനം, മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവസാനം മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ അവസാനത്തെ മുക്രിയുടെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ചൊല്ലിക്കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ മഹാനുഭാവൻ മുശ്രിക്കാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ ഇവരെയുള്ള സുന്നികൾ മുഴുവൻ മുശ്രിക്കാണെന്ന് ഇവർ പറയുന്നു. എന്റെ പ്രിയരെ, എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, മുശ്രിക്കീങ്ങളാ ഞങ്ങളുടെ പിന്നിൽ ഇമാമും ജമാഅത്തുമായി വന്ന് കൈകെട്ട് നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ചിന്തിക്കുക. മൗലിദ് ഓതണമെന്നും റാത്തീബ് നടത്തണമെന്നും കുതുബിയത്ത് നടത്തണമെന്നും മഹാന്മാരെ ഔലിയാക്കന്മാരുടെ മസാറുകൾ പോലും തെണ്ടിക്കൊണ്ട് ആ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്നും പ്രഖ്യാപിച്ച മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവസാന ലോകത്തോട് വിട പറയുമ്പോൾ
മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി സ്വർഗത്തിലേക്ക് സീറ്റ് വാങ്ങിക്കൊണ്ടുപോയ ആ മഹാന്റെ പിന്നിൽ അണിനിരക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും സംശയിച്ചു പുറത്തുപോയവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಶೂಟುಕಾದ ಭಾಷಣ ಮಾಡಿ ನಿರ್ಗಮಿಸುತ್ತಿರುವ ಮಿರಾನ್ ಹೈತಮಿ ಅವರಿಗೆ ಅಭಿನಂದನೆಗಳು. ಸಹೃದಯರೇ, ಇದೇ 30ನೇ ತಾರೀಕಿನಂದು ಅಡ್ಯಾರ್ ಕಣ್ಣೂರಿನಲ್ಲಿ ಸಮಸ್ತಕ್ಕೆ ಧಾವಿಸಿ ಬಂದ 60 ಸಕಾಫಿಗಳು ಒಂದೇ ವೇದಿಕೆಯಲ್ಲಿ ಸಂಗಮಿಸಲಿದ್ದಾರೆ. ಇದೇ 30ನೇ ತಾರೀಕಿನಂದು ಅಡ್ಯಾರ್ ಕಣ್ಣೂರಿನಲ್ಲಿ ಸಮಸ್ತಕ್ಕೆ ಧಾವಿಸಿ ಬಂದ ಸಕಾಫಿಗಳ ಮಹಾಸಂಗಮ 30ನೇ ತಾರೀಕಿನಂದು ಅಡ್ಯಾರ್ ಕಣ್ಣೂರಿನಲ್ಲಿ. ಮುಂದೆ ನಮ್ಮನ್ನುದ್ದೇಶಿಸಿ ಮಾತನಾಡಲಿದ್ದಾರೆ SKSSF ಕೇಂದ್ರೀಯ ಸಮಿತಿಯ ಸಂಘಟನಾ ಕಾರ್ಯದರ್ಶಿಯಾದ ಬಹುಮಾನ್ಯ ಸತ್ತಾರ್ പന്തല്ലൂർ. ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അവരുടെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യരാದ ರಾಮಂದಲಿ ಮಹಮ್ಮದ್ ರವರು ಇದೀಗಾಗಲೇ ನಮ್ಮ ಸ್ಥಳಕ್ಕಾಗಮಿಸಿದ್ದು ರೂಮಿನಲ್ಲಿ ವಿಶ್ರಾಂತಿಯಲ್ಲಿದ್ದಾರೆ. ಇದೀಗಾಗಲೇ ಪಂದಲ್ಲೂರವರ ಪ್ರಭಾಷಣ ಶುರುವಾದ ಕೂಡಲೇ